നമുക്കൊരു ഉസ്ബക്ക് റൈസ് ഉണ്ടാക്കാം അല്ലേ. ഇതിന് ഒരുപാട് വെറൈറ്റി പേരുകളുണ്ട് കേട്ടോ ഈ റൈസിന്. ഫസ്റ്റ് നമുക്ക് ബീഫ് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിനുള്ള മസാല തയ്യാറാക്കാം. കുറച്ച് ഏലക്കായും വലിയ ജീരകവും ചെറിയ ജീരകവും പിന്നെ കുരുമുളകും ഒക്കെ കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഈ പൊടിക്കുന്ന സമയത്ത് കുറച്ച് മല്ലി കൂടിയും ചേർക്കണേ, ഞാൻ അത് ചേർക്കാൻ മറന്നതാട്ടോ. എന്നിട്ട് ആ പൊടിച്ചത് ഇതിലിട്ട് കൊടുക്കുക. ആവശ്യത്തിന് വേണ്ട ഉപ്പും പിന്നെ ഒരു സവാളയും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി അരി കഴുകിയിട്ട് കുതിർത്തിട്ട് അങ്ങനെ വെക്കുന്നുണ്ട്, വെള്ളത്തിലിട്ട് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ക്യാരറ്റും പിന്നെ ക്യാപ്സിക്കം അതുപോലെ പച്ചമുളകൊക്കെ കൂടെ ഇട്ട് കൊടുക്കാവേ. പിന്നെ ശേഷം കുറച്ച് മുന്തിരിയും ബദാമും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിലൂടെ കൂക്കിച്ചെടുക്കാം കേട്ടോ. ഇതിൽ നിലക്കടല കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഒരു വിസിലിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് റൈസ് കൂടെ വേവിച്ച് കൊടുക്കുക കേട്ടോ ഒരു വിസിലൂടെ. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് മല്ലിപ്പൊടി കേട്ടോ. ഇങ്ങനെ ആദ്യം ചേർക്കാൻ മറന്നു കാരണം കേട്ടോ ഇപ്പം ചേർത്ത് കൊടുത്തത്. ഇനി ഇതാ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ഉസ്ബക്ക് റൈസ് റെഡി ആയിട്ടോ. നല്ല അടിപൊളി ഫ്ലേവർ ആട്ടോ ഉണ്ടാവുന്നത്. നമ്മളിതിൽ ഒരുപാട് മസാലകളൊന്നും ചേർക്കാത്ത കാരണം നമുക്ക് ആ മീറ്റിൻ്റെ നല്ലോണം ഫ്ലേവർ കിട്ടും കേട്ടോ. ഇത് കൂടുതൽ ഉണ്ടാക്കുക മട്ടൻ ബീഫോ വെച്ചിട്ടാട്ടോ കൂടുതൽ ഉണ്ടാക്കുക, അടിപൊളിയാണ്.